നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട, പാർട്ടിക്കാർ നോക്കിക്കോളും. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങൾക്ക് മുൻപിൽ അടിച്ച ഡയലോഗാണിത്. ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കും നേരെ വലിയ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ആരോഗ്യ വകുപ്പിന്റെ പിഴവുകൾക്കെതിരെയും അനാസ്ഥക്കെതിരെയും യൂത്ത് കോൺഗ്രസ് സമരം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയെ എവിടെ കണ്ടാലും കയറി വളയുകയും കരിങ്കൊടി കാണിക്കുകയുമാണ് യൂത്ത് കോൺഗ്രസുകാർ. ഈ ഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വീടിനും സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെയാണ് വീണ ജോർജ് രംഗത്തേക്ക് വന്നു നിന്ന് എനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യമില്ല, പാർട്ടിക്കാർ നോക്കിക്കോളും എന്നുള്ള ഗുണ്ടായിസം കാണിച്ചിരിക്കുന്നത്. നിങ്ങളൊരു മന്ത്രിയാണ് എന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം. AKG സെന്ററിൽ നിന്നല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, പാർട്ടിക്കാർ സുരക്ഷ ഒരുക്കാനായിട്ട് സർക്കാർ ഖജനാവിൽ നിന്നാണ് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ പോലീസുകാരാണല്ലോ നിങ്ങളുടെ സുരക്ഷ നോക്കേണ്ടത്. എന്നാൽ ലേഡി പിണറായി കളിക്കുകയാണ് വീണ ജോർജ്. മുഖ്യമന്ത്രിയുടെയും ശൈലി ഇത് തന്നെയാണല്ലോ. പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും പാർട്ടിയുടെ ഒരു പ്രൊട്ടക്ഷനും കൂടി വേണം, എങ്കിലേ ഒരു ധൈര്യമുള്ളൂ. അതേ ലൈൻ തന്നെയാണ് വീണ ജോർജും കാണിക്കുന്നത്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസുകാർ സമരവുമായി വളയുമ്പോൾ DYFI SFI ഗുണ്ടകളെ ഇറക്കി അവരെ നേരിടും എന്നായിരിക്കും ആരോഗ്യമന്ത്രി മുനവെച്ച് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ. ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും ഒക്കെ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചോളൂ എന്ന് ഉത്തരവിട്ട ഒരു മുഖ്യമന്ത്രിയാണല്ലോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതേ ലൈൻ തന്നെയാണ് ഇപ്പോൾ വീണ ജോർജും പിടിക്കുന്നത്. എനിക്ക് പാർട്ടിക്കാർ സംരക്ഷണം ഒരുക്കിക്കൊള്ളും എന്നൊക്കെ. ഇമാതിരി വകതിരിവില്ലാത്ത ഒരാളാണ് ആരോഗ്യ വകുപ്പിൽ കയറിയിരിക്കുന്നത്. നിങ്ങളൊരു പാർട്ടി പ്രവർത്തക, പാർട്ടി നേതാവ് എന്നതിനപ്പുറത്തേക്ക് നിങ്ങളൊരു മന്ത്രിയാണ്. ആ ഒരു വകതിരിവെങ്കിലും നിങ്ങൾ കാണിക്കണമെന്നാണ് മലയാളികൾ പറയുന്നത്. ഇത് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുൻപിൽ അങ്ങ് വലിയ ധാർഷ്ട്യം കാണിക്കലായിരുന്നു വീണ ജോർജ്. ഞാനും ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് എന്ന് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചപ്പോൾ മര്യാദയ്ക്ക് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇമാതിരി തെറി കേൾക്കേണ്ടി വരുമായിരുന്നില്ല. എന്നിട്ടും അഹങ്കാരത്തിനും ധാർഷ്ട്യം കാണിക്കലിനും ഒരു കുറവുമില്ല. ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥകൾക്കെതിരെ എണ്ണി മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ഞാനും ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നൊക്കെ അങ്ങ് വെച്ചലക്കുകയായിരുന്നു. പക്ഷെ ചോദിച്ച ചോദ്യത്തിനൊന്നിനും മറുപടിയില്ല. അണ്ണാക്കിലെ പിരിവെട്ടുമ്പോൾ അല്ലെങ്കിലും കമ്മികൾ ഇങ്ങനെയാണല്ലോ, മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും നെഞ്ചത്തോട്ട് കയറാൻ ചെല്ലും. അങ്ങനെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നതിനാണ് ഇന്നിപ്പോൾ റീത്ത് വരെ കൊണ്ട് നെഞ്ചത്തോട്ട് വെച്ച് തന്നത്. ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധങ്ങൾ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ നിക്ഷേപം നടത്തിയ കുത്തകകൾക്ക് വേണ്ടിയാണെന്ന് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും അതിനെതിരെ ആരും ശബ്ദിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. തനിക്കൊരു പോലീസ് സന്നാഹവും വേണ്ടെന്നും പാർട്ടി പ്രവർത്തകർ തന്റെ കൂടെ ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വലിയ കാര്യമായിപ്പോയി. നല്ല ബെസ്റ്റ് മന്ത്രിയാണ്. പിന്നെ ഈ സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന ചികിത്സാ പിഴവുകൾക്കെതിരെ ആരാണ് നടപടി എടുക്കേണ്ടത്? ഇവിടുത്തെ ജനങ്ങളാണോ? ആരോഗ്യമന്ത്രി പിന്നെ എന്തിനാണ് ആ വകുപ്പിൽ കയറിയിരിക്കുന്നത്? കിഴങ്ങ് പറിക്കാനാണോ? എന്നിട്ട് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾക്കെതിരെ ആരും ഒന്നും പറയാത്തത് എന്താണെന്ന്? അധികാരം നിങ്ങളുടെ കക്ഷത്തിലല്ലേ ഇരിക്കുന്നത്? നിങ്ങളാണല്ലോ നടപടി എടുക്കേണ്ടതും. സ്വകാര്യ ആശുപത്രികൾ പിഴവുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആശുപത്രികൾ പൂട്ടേണ്ടതും നിങ്ങളാണല്ലോ. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അതും ചെയ്യുന്നില്ല? അപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ പിഴവ് നടക്കുന്നുണ്ട് എന്ന് വീണ ജോർജിന് അറിയാം, പക്ഷേ പൂഴ്ത്തി വെക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ എന്നായിരുന്നു മന്ത്രിയുടെ മറുചോദ്യം. പിന്നാലെ പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യ വകുപ്പ് നടപ്പാക്കിയ വിവിധ വികസന പദ്ധതികളും മന്ത്രി എണ്ണിപ്പറഞ്ഞു. ഈ വികസനം എണ്ണിപ്പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല. വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അതല്ല ചോദ്യം. പിഴവ് സംഭവിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ അത് ചെയ്തില്ലേ, ഞങ്ങൾ ഇത് ചെയ്തില്ലേ, എന്നിട്ടാണോ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നത് എന്നുള്ള ചോദ്യമാണ്. നിസ്സാര സംഭവമാണോ ഇപ്പോൾ നടന്നിരിക്കുന്നത്? ഗുരുതര ചികിത്സാ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് വകുപ്പ് മന്ത്രി തന്നെ. 10 വർഷം മുൻപ് ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം ഉണ്ടായിരുന്നോ? റാന്നിയിലും കോലഞ്ചേരിയിലും ആശുപത്രി കെട്ടിടം, കോന്നി മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ് എന്നിവയെല്ലാം ഏത് കാലത്താണ് നടന്നത് എന്നൊക്കെയാണ് മന്ത്രി മാധ്യമങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത്. സർക്കാർ ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ്. നിസ്സഹായരായവരാണ് അവർക്ക് പൂർണ്ണമായ ചികിത്സ ലഭ്യമാകണം. അങ്ങനെ ലഭ്യമാകാത്ത ആർക്കെതിരെയും നടപടി ഉണ്ടാകണം. സ്വകാര്യ ആരോഗ്യ മേഖലയെ കുത്തകകൾ വിലയ്ക്ക് വാങ്ങി അവർക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം സമരം നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി പറഞ്ഞ ആ ഒരു പോയിന്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണക്കാരാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത്.
അവരുടെ ജീവൻ എന്താ ഒരു വിലയുമില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും അവിടെ കാണിച്ചു കൂട്ടാം എന്നാണോ? ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത്. ആരോഗ്യമന്ത്രി മഹാറാണി അല്ലെന്നും വിമർശനം തുടരുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ആരോഗ്യമന്ത്രിമാരിൽ വട്ടപൂജ്യമാണ് വീണ ജോർജ്. ആരോഗ്യ വകുപ്പിനെ മോർച്ചറിയിലാക്കിയിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും? മന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അവിടെ ആരെയും കല്ലെറിഞ്ഞിട്ടില്ല. മന്ത്രിയുടെ വീട്ടിൽ നേരെ പോയി ഒരു വെച്ചു. മന്ത്രി ശിവൻകുട്ടി നേരിടുമെന്ന് പറയുന്നു. ശിവൻകുട്ടിക്ക് പഴയ വീര്യവും ആരോഗ്യവും ഒന്നുമില്ലെന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നും മുരളീധരൻ മറുപടി കൊടുത്തു. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കി എടുത്തിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിഷേധം കടുപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വസതിയിലും റീത്ത് വെച്ചിരുന്നു. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ മന്ത്രി വീണ ജോർജും CPM നേതാക്കളും പ്രതിരോധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രിയും ശനിയാഴ്ച പറഞ്ഞിരുന്നു. കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ എന്നായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം. മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു. കൃത്യമായ അന്വേഷണത്തിന് തീരുമാനമെടുത്തു. ഏത് ചികിത്സാ പിഴവാണെങ്കിലും അത് ഒരിക്കലും അംഗീകരിക്കില്ല. കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പക്ഷേ ഇക്കാലയളവിൽ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? 10 വർഷക്കാലമായിട്ട് ചികിത്സാ പിഴവുകൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചോദിക്കും അതിന് മുൻപ് നടന്നിട്ടില്ലേ എന്ന്. അതിന് മുൻപും നടന്നിട്ടുണ്ട്. അന്ന് പിടിപ്പ് കേട്ട UDF-കാര് ഇതുപോലെ നിസ്സാരവൽക്കരിച്ചു. ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാലത്തും ഈ ചികിത്സാ പിഴവുകളെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കുകയാണ്. ഗുരുതരമായ പ്രശ്നമാണത്. എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല? സാധാരണക്കാരാണ് ആശുപത്രികളിലേക്ക് എത്തുന്നത്. അവരുടെ ജീവന് വിലയില്ലേ? സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇതുപോലെ കത്രിക കുടുങ്ങിയിട്ട് ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് അത് പുറത്തെടുത്തത്. അതിലൊരാൾക്കും ഒന്നും ശബ്ദിക്കാനില്ല. ആരോഗ്യരംഗത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്ന നിലപാടാണ് VD സതീശനും കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതായത് ഈ വിഷയത്തിൽ പ്രതിഷേധം നടക്കുമ്പോൾ അങ്ങോട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുകയാണ്. നിങ്ങളല്ലേ അങ്ങനെ കാണിച്ചത്, ഞങ്ങളല്ലേ ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിടിവലി നടക്കുന്നത്. ഇവിടെ ഗതികെട്ട് നിൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരുമാണ്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന മനുഷ്യന്മാരാണ് നടുക്കടലിൽ കിടക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രി കെട്ടിടം സ്റ്റേഡിയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിലും മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധമുയർന്നു. പണി പൂർത്തിയാക്കാതെയാണ് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കൂകി വിളിച്ചു. ഇതോടെ മന്ത്രിക്ക് പിന്തുണയുമായി DYFI പ്രവർത്തകരും സ്ഥലത്തെത്തി. ഇതിനിടെ തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൽ സംസാരിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ പ്രശംസിച്ചു. ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കി നല്ല നിലയിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്ന നിലയിലാണ് നാം സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി വീണ ജോർജ് കിച്ചൺ ക്യാബിനറ്റിലൂടെ വന്നയാളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ആരോപിച്ചു. മന്ത്രി ഈഗോയിസ്റ്റ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി മഹാറാണി അല്ല എന്നുള്ള വിമർശനം തുടരുന്നതിനിടെയായിരുന്നു വീണ്ടും വീണ ജോർജിനെ അടിച്ചിരുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ദുരുദ്ദേശത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് വികൃതമായ സമര ആഭാസം നടത്തിയതെന്ന് മുൻ ആരോഗ്യമന്ത്രിയും CPM നേതാവുമായ PK ശ്രീമതി പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റേത് കാടത്ത രീതിയിലുള്ള സമരമാണെന്നും ആരോഗ്യമന്ത്രിയെ വിരട്ടാൻ നോക്കണ്ട എന്ന് മന്ത്രി ശിവൻകുട്ടിയും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിക്ക് നേരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ആളിക്കത്തുകയാണ്. മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.